എല്ലാവർക്കും നമ്മുടെ ചാനലായ ഫുഡി വിൻസ്റ്റനിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഫുഡ്, ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ പക്കോട. അപ്പൊ ചിക്കൻ പക്കോട എങ്ങനെയാണ് എന്റെ സ്റ്റൈൽ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ടോടെ സ്റ്റാർട്ട് ചെയ്യാനും ഇന്നത്തെ ഐറ്റം ചിക്കൻ പക്കോട എങ്ങനെ തുടങ്ങുമല്ലേ? കമോ. ചിക്കൻ പക്കോട ഉണ്ടാക്കാനുള്ള ചിക്കൻ ഞാൻ വേവിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചെറുതായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് ഞാൻ വേവിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് വേവിച്ച് കട്ട് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ ചെറിയ പീസാണെങ്കിൽ നമുക്ക് ചിക്കൻ പക്കോട ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ആകുമ്പോൾ അത് വെന്തോളും. അപ്പോൾ അതിനുശേഷം ഒരു സവാള എടുത്ത് കട്ട് ചെയ്ത് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, മല്ലിയില ഇതെല്ലാം എടുത്ത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ചിക്കൻ ഉണ്ടല്ലോ, ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, കറിവേപ്പിലയും, സവാളയും, പിന്നെ മല്ലിയില ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതിനകത്തേക്ക് ഒരു 2-2.5 സ്പൂണോളം ഞാൻ കടലമാവ് ഇട്ട് കൊടുക്കുന്നു, കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് നിങ്ങൾ കടലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1-1.5 സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 2.5 സ്പൂൺ കടലപ്പൊടി 1 സ്പൂണോളം കോൺഫ്ലവറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത ശേഷം ഇതിനകത്ത് കുറച്ച് മസാലകളാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം നിങ്ങളുടെ കായപ്പൊടി വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലകൾ ഇതെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സാക്കി ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇടുക. ഉപ്പിട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കുക. അപ്പോൾ നിങ്ങൾ മിക്സ് ആക്കാൻ നോക്കണം, ഉപ്പ് ഉണ്ടോ ഇതെല്ലാം ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ നോക്കണം, നമുക്കിത് എണ്ണയിലിടാൻ പാകത്തിന് നമുക്ക് ഇതിനകത്തുനിന്ന് പിടിച്ചെടുക്കാൻ പറ്റുമെന്നോ ആണെങ്കിൽ നമ്മുടെ ഇതെല്ലാം മിക്സ് ആയതെല്ലാം ഓക്കെയാണ്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ വെച്ചിട്ട് നമ്മുടെ പക്കോടയ്ക്ക് വീഴുന്ന കുറേശ്ശെയായിട്ട് നമ്മൾ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനും ഉള്ളിയും സവാളയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നമ്മുടെ ഐറ്റം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ കിടന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഒരു സൈഡ് അങ്ങോട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമ്മൾ മറ സൈഡിലേക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ സെറ്റാക്കുക. വന്നെങ്കിൽ എണ്ണ വെച്ച് കൂടുതൽ ഒഴിച്ച് നിങ്ങൾ നല്ല രീതിയിൽ സെറ്റാക്കുക. എണ്ണ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എണ്ണ ഒഴിച്ച് സെറ്റായി ഒരു സൈഡ് സെറ്റാകുമ്പോഴത്തേനും അടുത്ത സൈഡ് തിരിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ പക്കോട ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ കുറച്ച് റെഡ് കളർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹലോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ റെഡിയാക്കിയ ചിക്കൻ പക്കോട? ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ, പുതിയ ഫുഡ്, പുതിയ റെസിപ്പി എല്ലാമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു വെരി മച്ച്.